ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PC വേൾഡ്. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് PYQs ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഡിഗ്രി ലെവലിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് PYQൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. ഇതിപ്പോൾ 10th ലെവൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചോദ്യ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ PYQs നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിലും ഓരോ ഏരിയ അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ എന്താണ് മാക്സിമം സിലബസിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫൈനൽ ലാബ് റിവിഷനിലൊക്കെ സഹായിക്കുന്നത് ഈ PYQൻ്റെ ഇതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നേരത്തെ തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം എക്സാംസ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നല്ലോ. അപ്പോൾ അത്യാവശ്യം ഈ പേപ്പറുകളിലൂടെയൊക്കെ നമുക്കൊന്ന് ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കുറച്ച് നോക്കണം. നമ്മൾ ലാസ്റ്റ് മൊമെന്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ഫാക്ട്സ് നമുക്ക് ഓരോ ദിവസവും പറഞ്ഞു പോകാനും സാധിക്കും. മാത്രമല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ദിവസവും കുറച്ച് കറണ്ട് അഫയർ ഫാക്ട്സും പറഞ്ഞു പോകുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ളതായിരിക്കും ഞാൻ പറഞ്ഞു പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? എക്കണോമിക്സിന്റെ ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യമാണത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് CSO. CSO എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ളതാണ് അതിന്റെ ഒരു പൂർണ്ണരൂപം. എന്നാൽ 1951 ഇത് രൂപീകരിക്കപ്പെടുമ്പോൾ ഇതിന്റെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഇതൊരു സർക്കാർ ഏജൻസിയാണ്. അതെന്താ ചെയ്തിരുന്നത്? ഇന്ത്യയുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1950 വന്നതാണ് NSSO, നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ കണ്ട നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേര് പോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായിട്ട് നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന NSSO എന്ന് പറയുന്നത്. ഇതിന് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്, അത്രയൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ഇനി ഇത് രണ്ടും 2019 മെർജ് ചെയ്യുകയുണ്ടായി. മെർജ് ചെയ്തിട്ട് NSO എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ഥാപനമായിട്ട് മാറി, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ NSOയുടെ തലവൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡേറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല, വർഷങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. NSSO, CSO, NSOന്റെ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ സാമ്പിൾ സർവേ ആണ് മെയിൻ ഡ്യൂട്ടി NSSOന്റേത്. ഓക്കെ, തൊഴിലില്ലായ്മ സർവേ, അത് ചാൻസലർ ഒരു കാര്യമാണ് അല്ലേ. ദെൻ ഉപഭോക്തൃ ചെലവ് സർവേ, ദെൻ ദേശീയ കുടുംബാരോഗ്യ സർവേ, സാമ്പത്തിക സെൻസസ് എന്തായാലും ഉണ്ടാവും അല്ലെ. ഇതിൽ ദേശീയ കുടുംബാരോഗ്യ സർവേ എന്നുള്ളതല്ലേ, അതായത് ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ഒരു ഫാമിലിയുടെയും അങ്ങനെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണോ? അല്ല. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ആ ഒരു കോമൺ സെൻസിലും ചെയ്യാൻ സാധിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ നമുക്ക് ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതൊന്ന് പെൻഡിങ്ങിൽ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ നമ്മൾ അതിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യാം, ആലോചിച്ചിട്ട് എത്താൻ പറ്റുമോ നോക്കാം. നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ചിലതൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ആദ്യം കൺഫേം ആയിട്ടത് മാത്രം ചെയ്യുക. പിന്നീട് നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലോട്ട് ഉത്തരത്തിലെത്താൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ അത് വളരെയധികം നെഗറ്റീവ്സും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒട്ടുമേ അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? PC മഹൽനോബിസ് ആണ്. നോട്ട് ചെയ്യുക, ശില്പിയാണ് കേട്ടോ, പിതാവല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹൽനോബിസ് ആണ്. അതുപോലെ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവും ആര് തന്നെയാണ്? PC മഹൽനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? PC മഹൽനോബിസ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. അതുപോലെ നേരത്തെ കണ്ട CSO ഇല്ലേ, ഈ CSOന്റെ ഒരു ഫോർമേഷനിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജന്മദിനമായ June 29 ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം ഇടയ്ക്ക് എവിടെയോ ചോദിച്ചു കണ്ടു, സംഖ്യ എന്നുള്ളതാണ് കേട്ടോ. അദ്ദേഹം ആരംഭിച്ചൊരു പ്രസിദ്ധീകരണമാണ്, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ചിലതിലൊക്കെ അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഞാൻ കണ്ടു, ശ്രദ്ധിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ്, ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ലേറ്റസ്റ്റ് നടന്ന എക്സാംസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ ന്യൂ എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ റീഫോംസ് എന്ന് പറയുന്നത് 1991. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, മെയിനായിട്ട് NCERT പാഠഭാഗം നോക്കിയാലും മതി, അല്ലെങ്കിൽ റാങ്ക് ഫയൽ കയ്യിലുള്ളവരാണെങ്കിൽ, അത് എസ്പെഷ്യലി ഡിഗ്രിയുടെ ഒക്കെ റാങ്ക് ഫയൽ ഉള്ളവരാണെങ്കിൽ അതിലുണ്ട് കേട്ടോ. ഈ എക്സാക്ട് ടെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ അതിലും കാണാം നിങ്ങൾക്ക്. പിന്നെ ടെക്സ്റ്റിൻ്റെ അവർ ഇത് കാണണം എന്നുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ +1 ഒരു
പാഠഭാഗമാണിത്. ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ട്. അപ്പോൾ അതിൽ യൂണിറ്റ് 3 1991 മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ വിശദീകരിച്ച് ഓരോ LPG റിഫോംസിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഖ്യ എന്ന ജേണൽ ആരംഭിച്ച കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ഇത് നമ്മളോടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. PC മഹലനോബിസിനെ കുറിച്ചുള്ള ഇതിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോടും ചോദിക്കാം എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസീസ് കൊണ്ടുവരേണ്ടി വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്ത് സർക്കംസ്റ്റൻസിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവരേണ്ടി വന്നത് എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? 1991 ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതായത് വിദേശ നാണയ ശേഖരം വളരെ പരിമിതമായിരുന്നു. ഓക്കെ, എണ്ണയും അതുപോലെ തന്നെ മറ്റ് ഇന്ധനങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ളത് വളരെ കുറവായിരുന്നു. പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെയധികം കൂടുതലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ധനക്കമ്മി, ഫിസ്കാൽ ഡെഫിസിറ്റ്. ഓക്കെ, ഫിസ്കാൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, ധനക്കമ്മി. ആക്ച്വലി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? കുറവ് അല്ലെ. ഇപ്പൊ ഫിസ്കാൽ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രഷ് ബോറോയിങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒന്ന് ചുരുക്കി പറയാം. ഓക്കെ, നമുക്ക് ഇനി എന്താണ് ആ ഒരു പരിധി ഉണ്ട്, അത് വളരെയധികം ഉയർന്നു. ഫിസ്കാൽ ഡെഫിസിറ്റ് എന്താണ് ഉയരുകയാണ് ചെയ്തത്, അതായത് നമുക്ക് അത്രയും കടമെടുക്കേണ്ടി വരും ഇനി. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്ന ന്യൂ എക്കണോമിക് റീഫോംസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും ഓക്കെ ഇതിന്റെ രണ്ടിന്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സാമ്പത്തിക നയം വരുന്നത്, പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വലിയ തലത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിന് $700 അമേരിക്കൻ വായ്പയായി ലഭിച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ തരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം കേട്ടോ, ഈ ടെക്സ്റ്റിൽ കാണുന്നതൊക്കെ. കാരണം ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പലതും ഒക്കെ എടുത്തു വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ ഈ പറയുന്ന എങ്ങനെ വേണം ഈ എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത് 2 തരത്തിലായിരുന്നു ഇത് കൊണ്ടുവന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. 2ആയിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികൾ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. കണ്ടോ? ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ റിഫോംസ്, അതായത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും ഉണ്ട്, സ്ട്രക്ചറൽ റിഫോംസും ഉണ്ട്. ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് ടേം ആയിട്ടുള്ള മെഷേഴ്സ് ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ചോദിക്കൂ കേട്ടോ, ഹ്രസ്വകാല ദീർഘകാല നടപടികൾ ഇതിൽ ഏതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക, ഇതിൽ നിന്ന് പലതരത്തിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഷോർട്ട് ടേം റീഫോം മെഷേഴ്സ് ആണ്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അഥവാ സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സുസ്ഥിരമാക്കൽ നോക്കാം, എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. എന്താണ്? ഇത് ഹ്രസ്വകാല നടപടികളാണ്. ഓക്കെ, ഇത് ഹ്രസ്വകാല നടപടികളാണ്. അതുപോലെ തന്നെ അടവുശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. അപ്പോഴത്തെ ക്രൈസിസ് എന്താണ്? BOP, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ എന്താണ് കമ്മി പരിഹരിക്കുക, ഇൻഫ്ലേഷൻ വളരെയധികം എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വില എന്നുള്ളത് ആ ഒരു അവസ്ഥ കുറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഇന്റേണലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബാലൻസ് ഓഫ് പേയ്മെന്റ് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ സ്ട്രക്ചറൽ റീഫോംസ്, ഘടനാപരമായ പരിഷ്കാരങ്ങൾ, അതെന്താണ് ലക്ഷ്യം വെച്ചത്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അതൊരു ലോങ് ടേം ആണ്, നമുക്ക് ചിന്തിച്ചാൽ തന്നെ പറയാൻ പറ്റും. പെട്ടെന്ന് അങ്ങോട്ട് ക്ഷമത വരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മുടെ എക്കണോമിക് ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെ, അതിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിൽ ഈ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആവാട്ടോ. ഇതിന്റെ അണ്ടറിൽ വന്നതാണ്. ശരിയോ തെറ്റോ, അല്ലെങ്കിൽ 1 ശരി 2 ശരി, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ ഒരു പാഠഭാഗം നിങ്ങൾ ശരിക്കും വായിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാകും ഇത് കേട്ടോ. NCERT കണ്ടന്റും ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ കൂടുതൽ ഉണ്ടാകും കുറച്ചും കൂടെ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന
ലോങ് ടേം മെഷേഴ്സിന്റെ ഭാഗമായിട്ടാണ് LPG റീഫോംസ് വരുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്നും ഇതിന്റെ അണ്ടറിൽ എന്താണ് മാറ്റം വരുത്തിയെന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഈ നമുക്കിപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ലിബറലൈസേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം ലിബറലൈസേഷനെ കുറിച്ച് മാത്രം പറയാം. ഇനിയുള്ള ചോദ്യ പേപ്പറുകളിൽ നമ്മൾ പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ കാണും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓരോ സമയത്ത് ഓരോന്ന് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായി കൂടും. നിങ്ങൾ പക്ഷെ പഠിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് വായിക്കുക കേട്ടോ. ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മുൻപ് പരിമിതപ്പെടുത്തി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് തുറന്നു കൊടുക്കണം, പല മേഖലകളും. അതാണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഉദാരമതിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്, വളരെയധികം ലിബറലൈസ്, അതായത് വളരെയധികം ഫ്രീ, കുറച്ചും കൂടെ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി 1980കളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഈ പറയുന്ന ഉദാരവൽക്കരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ സമഗ്രമായിട്ട് ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലും നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, വ്യവസായ അനുമതി നൽകൽ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. പിന്നെ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, ഇതിൽ മാറ്റം വരുത്തി. അതുപോലെ സാങ്കേതിക വിദ്യാ നവീകരണം, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ദെൻ ധനനയം, ഫിസ്ക്കൽ പോളിസി, ദെൻ വിദേശ നിക്ഷേപം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഈ പ്രൈവറ്റൈസേഷൻ അല്ല, ഗ്ലോബലൈസേഷൻ അല്ല, ലിബറലൈസേഷന്റെ അണ്ടറിൽ കൊണ്ടുവന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഓരോ സെക്ടറുകളിലാണ് ഇത് കേന്ദ്രീകരിച്ചത്. ഇതിലെവിടെയെങ്കിലും നമ്മൾ അഗ്രികൾച്ചർ കണ്ടോ? ഇല്ലല്ലോ. വ്യവസായം കണ്ടു, അതുപോലെ എന്താണ് പറയാ, ധനനയവുമായിട്ട് ബന്ധപ്പെട്ടും കണ്ടു അല്ലെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളല്ലേ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വരുത്തിയ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ അഗ്രികൾച്ചറിലല്ലോ. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഓരോ സെക്ടറിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന് മാത്രമല്ല ഇനിയുള്ള എക്സാംസിനൊക്കെ. അപ്പോൾ നോക്കിയേ, ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതിന്റെ കുറേയധികം നിയന്ത്രണങ്ങൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടാകും. നിങ്ങളതെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് അതിനു മുൻപ് എന്താണ്, ഏതെങ്കിലും ഒരു എന്റർപ്രണർ ഒരു വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനൊക്കെ വളരെ എന്താണ്, അതുപോലെ തന്നെ എന്താണ്, അയാൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനൊക്കെ സർക്കാരിൽ നിന്ന് വ്യാവസായിക അനുമതി, ആ ഒരു ലൈസൻസ് വേണമായിരുന്നു. അതുപോലെ തന്നെ പല ഇതിൽ വ്യവസായം തുടങ്ങുന്നതിന് അതിൽ പ്രൈവറ്റ് മേഖലയിൽ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഓക്കെ, പ്രൈവറ്റ് മേഖലയിൽ അത് അനുവദിച്ചിരുന്നില്ല. അതുപോലെ ചില സാധനങ്ങളുടെ ഉൽപ്പാദനം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രം മതി, അല്ലാത്തവർ ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിലും വിതരണത്തിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം നിലനിന്നിരുന്നു. അതാണ് ഉണ്ടായിരുന്നത് മുൻപ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ലിബറലൈസേഷൻ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പല കാര്യങ്ങളും എടുത്തു കളഞ്ഞു. ഓക്കെ, ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏറെക്കുറെ എടുത്തു കളഞ്ഞു എന്ന് തന്നെ പറയാം. അതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളിൽ നിർമ്മിതി ഇന്നതിൽ മാത്രമായിരിക്കും, അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാത്തിനും ഈ ഒരു ലൈസൻസ് ഒഴിവാക്കി. എസ്പെഷ്യലി ഇപ്പോൾ മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ എന്നൊക്കെ ഇതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ ഒഴികെ ബാക്കി എല്ലാത്തിനും അനുമതി പത്ര സംവിധാനം, അതായത് ലൈസൻസ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കി എന്ത് ചെയ്തു, കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ റീഫോംസിൽ നടന്നത്. ഇനി ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്താണ് നടന്നത്? മെയിൻ ആയിട്ട് ഇത് നിങ്ങൾ നോക്കിയിരിക്കണം. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇത് വെച്ചിട്ട് ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന നിലയിൽ നിന്നും ആ ഒരു സ്ഥാനത്ത് നിന്നും ഫെസിലിറ്റേറ്റർ, ഓക്കെ, ഇത് ഇവിടെ പറയുന്നുണ്ട്, ഫെസിലിറ്റേറ്റർ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ. ഓക്കെ, ഫിനാൻഷ്യൽ സെക്ടറിൽ അതിനു മുൻപ് കൺട്രോളർ ആയിരുന്നു ആര്, RBI. ആ ഒരു സ്ഥാനത്ത് നിന്ന് ഫെസിലിറ്റേറ്റർ, സഹായകൻ അല്ലെ, അങ്ങനെയാണ് കേട്ടോ, സഹായകൻ എന്ന നിലയിലേക്ക് മാറ്റി, ചുമതലകളേക്ക് മാറ്റി. മാത്രമല്ല പരിഷ്കാരത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇതിവിടെ പറയുന്നുണ്ട്, സ്വകാര്യ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വരികയുണ്ടായി. അതുപോലെ തന്നെ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് ആ ഒരു ഇതിന്റെ റീഫോംസിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടൊക്കെ വന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ദെൻ
ടാക്സ് റീഫോംസ്, ടാക്സിൽ എന്താണ് മാറ്റം വന്നത്? അപ്പോൾ ഈ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, കുറച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആദായ നികുതിന്റെ വ്യക്തിഗത പേഴ്സണൽ ഇൻകം ടാക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടർച്ചയായിട്ട് കുറച്ച് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ടാക്സ് റീഫോംസിൽ വന്നത്. ഓക്കെ, ദെൻ ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസിൽ എന്താണ് വന്നത്? മെയിൻലി നമ്മൾ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്ന് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നുണ്ട്, അടവിശിഷ്ട പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ 1991 വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു, ഡീവാല്യൂ ചെയ്തു. നിയർലി ഒരു 20% ആണ് എന്ത് ചെയ്തത്, ഡീവാല്യൂ ചെയ്തത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് എന്ത് ചെയ്തത്, ഡിവാല്യൂ ചെയ്തത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടെക്സ്റ്റിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് പിന്നീട് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. അതിനു മുൻപ് വരെ അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് റിസർവ് ബാങ്ക് തീരുമാനിക്കുന്ന ആ ഒരു റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇതാണ് ആ ഒരു മേഖലയിൽ ഉണ്ടായത്. പിന്നെ ടാക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസ്, അത് ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ അളവുപരമായ നിയന്ത്രണം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് ഇത് വരുത്തിയിരുന്നു. ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇറക്കുമതി അനുമതി പത്രം ഇല്ലാതാക്കി, അങ്ങനെയൊക്കെ കുറച്ച് റീഫോംസ്. അപ്പോൾ ഇത് ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ലിബറലൈസേഷൻ ഇത്രയും പറഞ്ഞത്. ഇതിൽ ഇപ്പം ഈ അണ്ടർലൈൻ ചെയ്ത് ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ പാഠം വായിക്കാൻ കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? നമുക്കറിയാവുന്നതാണ്, 3-ാം പഞ്ചവത്സര പദ്ധതിയാണല്ലേ. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്ത് 3-ാം പഞ്ചവത്സര പദ്ധതി ഒന്ന് മനസ്സിലാക്കുക. വേഗം പറയാം. 1961-66 കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് 3-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കേട്ടോ. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ ഈ ഒരു 3rd 5-year പ്ലാന്റെ ഒരു ഇതെന്ന് പറയുന്നത് പേര് നമുക്ക് ഗാഡ്ഗിൽ യോജന എന്നുള്ള രീതിയിൽ പറയാം. അതുപോലെ തന്നെ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും പറയാം കേട്ടോ. ഓക്കെ, പക്ഷേ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ തുടക്കം ഇടുന്നു. അതുപോലെ തന്നെ NCERT സ്ഥാപിക്കുന്നു. ഓക്കെ, അതുപോലെ കോത്താരി കമ്മീഷൻ വരുന്നു. അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു. ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് പഞ്ചവത്സര പദ്ധതിയും കൂടിയാണത് അല്ലെ, നാഷണൽ എമർജൻസി വരുന്ന സമയത്ത്. കാരണം 62-ൽ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു. 65-ല് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. പിന്നെ കടുത്ത വരൾച്ച. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി നടക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ 5.6% ലക്ഷ്യം വെച്ചത് എങ്കിൽ കൂടി ഈ ഒരു ടാർഗറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കിട്ടിയത് 2.8% മാത്രമാണ്. കാരണം ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ്, എമർജൻസി അതുപോലെ മറ്റ് ക്രൈസിസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ മെയിൻലി നമ്മൾ എന്തൊക്കെ സ്ഥാപിതമായി ഈ ഒരു സമയത്ത് എന്നുള്ളത് മനസ്സിലാക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 65-ലാണ് വരുന്നത്. ഓക്കെ, NCERT 61-ൽ വരുന്നു. കോത്താരി കമ്മീഷൻ 1964-ൽ വരുന്നു. 65-ൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ 3rd 5-year പ്ലാനിലാണുള്ളത്. ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാബ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ KSന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ മാത്രം ചെയ്താൽ മതി. ഏകദേശം ഒരു കറണ്ട് അഫയർ ഫാക്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് പറയുന്നത്. ശരിയായത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. അടുത്ത നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിൽ നീതി ആയോഗിന്റെ പരിധിയിൽ വരാത്തത് ഏതെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം ശരിയല്ലേന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും വായിച്ചു നോക്കണം. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദെൻ മത്സരപരവും സഹകരണവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ നീതി ആയോഗ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്ന കാര്യം എന്താ? ഈ പറയുന്ന സംഭവം കോപ്പറേറ്റീവ് ഫെഡറലിസം ഫോസ്റ്റർ ചെയ്യുക, ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാ പറഞ്ഞ് പഠിക്കുക അല്ലെ. സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യങ്ങളിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു
സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. ഒബ്വിയസ്ലി അതൊരു അഡ്വൈസറി ബോഡി പോലെയാണ് അല്ലെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ദെൻ പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തന പരിധിയിൽ വരാത്തതാണ്. നോക്കി, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിന്റെ ശരിയായിട്ടുള്ള ഒരു വേർഷൻ ഞാൻ പറയാൻ എന്താണ്, ഗ്രാമതലത്തില് പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതല്ല അവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താണ്, സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഒരു ഒബ്ജക്റ്റീവിൽ വരുന്നത്. അല്ലാണ്ട് ആ പദ്ധതികൾ ആവിഷ്കരിക്കുക, ഗ്രാമതലത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് അവരുടെ ഒബ്ജക്റ്റീവിലുള്ള കാര്യമില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വികസിപ്പിക്കാമോ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താ, ഈ ബോട്ടം അപ്പ് അപ്രോച്ചാണ് നീതി ആയോഗ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. താഴെ നിന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതാണ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. ഓക്കെ, ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു വേയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നൊക്കെയുള്ളത്. അപ്പം അതിൻ്റെ കൂടെ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്, ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് കേട്ടോ. അല്ലാതെയുള്ള നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നെക്സ്റ്റ് ചോദ്യം, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ആക്ച്വലി നമ്മൾ ബാങ്കിന്റെ ആ ഒരു വലിപ്പത്തിന്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ, ആസ്തി വെച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താണ്, നിക്ഷേപം അല്ലെങ്കിൽ ബ്രാഞ്ചസ് എത്രയുണ്ട്, ATM ഫെസിലിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നോക്കാം. രണ്ടിന്റെ കോൺസെപ്റ്റ് എടുത്തിട്ട് നോക്കിയാലും, അതായത് രണ്ട് ക്രൈറ്റീരിയ വെച്ച് നോക്കിയാലും ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് SBI തന്നെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ക്യാപിറ്റൽ വൈസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു എന്താണ്, ലയനത്തോടു കൂടിയൊക്കെ ആ ഒരു ഇത് വന്നത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയാണ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ. അല്ലായിരുന്നുവെങ്കിൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഒരു നിക്ഷേപ ബ്രാഞ്ചൊക്കെ വെച്ചിട്ട് സെക്കൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. പക്ഷേ ഈ ലയനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ റിലേറ്റ് ചെയ്ത് ഞാനൊരു കറണ്ട് അഫെയർ ഫാക്ട് പറയാം. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പദ്ധതികൾ ശ്രദ്ധിക്കണം കേട്ടോ. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ അത് വെച്ചിട്ട് കറണ്ട് അഫെയർ കണ്ട് ഒരിടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ഒരു ഉരുക്ക് പാലം നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദേശീയപാത NH-48 കേട്ടോ ഈ പറയുന്ന ഉരുക്ക് പാലം വരുന്നത്. ഓക്കെ, മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഉരുക്ക് പാലം വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം കേട്ടോ. അപ്പോൾ ജോഗ്രഫിക്കൽ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരു രാജ്യത്തിന്റെ കരമേഖല തീർച്ചയായിട്ടും ഉൾപ്പെടുന്നതാണ്. ഒരു രാജ്യത്തിന്റെ വായുമേഖല എന്ന് പറയുന്നത് ഉൾപ്പെടുമോ? ഉൾപ്പെടും. ദെൻ ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല ഉൾപ്പെടുമോ? ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അതിനപ്പുറത്തുള്ളത് ഉൾപ്പെടുവോ? ഇല്ല. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ ഉൾപ്പെടുള്ളൂ. അങ്ങനെ വെച്ചിട്ട് ആലോചിച്ചാലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്താട്ടോ. അപ്പോൾ ഇത് ഉൾപ്പെടില്ല. രാജ്യത്തിന്റെ തീരപ്രദേശം ഉൾപ്പെടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ചോദ്യം, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ്? അപ്പോൾ അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഉള്ള ഭൂപ്രദേശം, അതുപോലെ ജനങ്ങൾ, പരമാധികാരം എന്ന് പറയുന്നതൊക്കെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? അതായത് പൊളിറ്റിക്കൽ റൈറ്റ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതിൽ നമുക്കറിയാം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഉള്ളതാണെന്ന് അല്ലെ. അപ്പോൾ അതില്ലാത്ത ഒരു ഒറ്റ ഓപ്ഷൻ ഇത് മാത്രമാണ്. അതെന്തായാലും പൊളിറ്റിക്കൽ റൈറ്റിൽ പെടുന്നതാണ്. ഇനി ഒരു കാര്യം നോക്കിയേ, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അത് ആക്ച്വലി നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. ആർട്ടിക്കിൾ 19 അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ആ തേർഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി.
ഇനി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശമാണെങ്കിലും ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമൊക്കെ ആണെങ്കിലും നമ്മളുടെ ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് 1, 2, 4. ദെൻ ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു പദം ആവിഷ്കരിച്ചതാരാണ്? വിൻസെന്റ് ഡി ഗവർണിയാണ്. ഓക്കെ, വിൻസെന്റ് ഡി ഗവർണിയാണ് ബ്യൂറോക്രസി എന്ന പദം എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഇനി ബ്യൂറോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചത് മാക്സ് വെബറാണ്. വെബേഴ്സ് തിയറി ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ രണ്ടും മാറിപ്പോരുത്. അത് പല ചോദ്യ പേപ്പറിലും കാണാറുണ്ട്. അതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ആക്ച്വലി സ്പീക്കർ സ്ഥാനമല്ല, അധ്യക്ഷ സ്ഥാനം. പക്ഷേ സ്പീക്കറിന്റെ പൊസിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണോ സ്പീക്കർ അല്ലെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭയിൽ? അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമുക്കത് ശരിയാണ്. ദെൻ രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല, തെറ്റ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ എന്താ ആൻസറിൽ വരേണ്ടത്. കാരണം തെറ്റായ പ്രസ്താവനയിൽ ചോദിച്ചിട്ടുള്ളത് രണ്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണോ? അല്ല, 6 വർഷത്തേക്കാണ് അല്ലെ. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണോ? അല്ല, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, 80ാമത്തെ വകുപ്പിലാണ് കേട്ടോ ഈ രാജ്യസഭയെ കുറിച്ച് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യസഭയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 312 എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് പറയുന്നതാണ്. ഈ പറയുന്ന ഓൾ ഇന്ത്യ സർവീസസ് ആരംഭിക്കാൻ അധികാരമുള്ളത് രാജ്യസഭയ്ക്കാണ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ. കാരണം ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത്. അത് ആരംഭിക്കാൻ അല്ലെങ്കിൽ അത് ഫോം ചെയ്യാൻ അധികാരമുള്ളത് രാജ്യസഭയ്ക്കാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രമേയമൊക്കെ തുടക്കം കുറിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. ഓക്കെ, പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ അത് അവരുടെ ഒരു അധികാരത്തിൽ വരുന്നതാണ്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. 30 വയസ്സാണ് ഒരു രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത്. 245 പ്രസന്റ് ആയിട്ടുള്ളത്, പ്രസന്റ് അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് 2 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ 1/3 അല്ലെ, 1/3 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. 2 വർഷം കൂടുമ്പോഴാട്ടോ. 2 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു ചോദിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കാൻ രാജ്യസഭയ്ക്കല്ലേ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ദെൻ രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ള രീതി ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാ? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതിനോട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതൊരു കറണ്ട് അഫെയർ പോലെ ചോദിച്ചതാണ്. സഹമന്ത്രിയാണ് കേട്ടോ, സഹമന്ത്രിയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെയിലും ചോദിക്കാം. എസ്പെഷ്യലി വിദേശകാര്യ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കുറച്ചും കൂടെ ചോദിക്കാൻ ചാൻസ്. ഈ സെക്രട്ടറിമാരെ വെച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെന്നേലും ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? നോക്കാം. ജസ്റ്റിസ് ഹരിലാൽ ജി ഖനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ശരിയാണ്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി അല്ലെ. ഈ ഒരു പൊസിഷനും കൂടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് എത്രാമത്തെ ആണ് എന്നുള്ള കാര്യം. കാരണം ചിലപ്പോൾ നമ്മൾ കുറേയധികം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. 51ആണോ 52ആണോ ഇനി 53ാമത്തെ ആയിരുന്നോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരരുത്. 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്താ BR ഗവായി. ഓക്കെ, ജസ്റ്റിസ് BR ഗവായി. അതുപോലെ തന്നെ ജസ്റ്റിസ് ഹരിലാൽ ജി ഖനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ദെൻ സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AG ദേശായിയാണ്. അതെന്തായാലും ഇപ്പോഴത്തെ ഇതിൽ വരില്ല. ഓക്കെ, ഈ 2 തെറ്റെന്നുള്ള ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും പോകും. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ശരിയാണ്, ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ജില്ലാ കോടതികളിലെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്ന സുപ്രീം കോടതിയാണ്. ആണോ? അല്ല. കാരണം എന്താ? അത് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹൈക്കോടതിയുടെ കീഴിലാണ് കീഴ്ക്കോടതി, ജില്ലാ കോടതിയൊക്കെ വരുന്നത്. അപ്പോൾ ബാക്കി ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ഹൈക്കോർട്ട്സിൻ്റെയൊക്കെ വരുന്നത് സുപ്രീം കോടതിയുടെ അണ്ടറിലാണ്. അപ്പോൾ ആൻസർ ഇതാണ്. അപ്പോൾ ഇനി നിങ്ങൾ സുപ്രീം കോടതി പഠിക്കുമ്പോൾ മെയിൻലി സുപ്രീം കോടതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഒന്ന് നോക്കുക. ആർട്ടിക്കിൾ 1 to 4. ഓക്കെ, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിനെ കുറിച്ച് പറയുന്നത്. നിലവിൽ വന്നത് 1950 ജാനുവരി 28
ഓക്കെ, ജാനുവരി 28-നാണ്. യഥോ ധർമ്മസ്ഥതോ ജയ എന്നുള്ളതാണ് ആപ്തവാക്യം. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയിരുന്നുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെ നീക്കം ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, സുപ്രീം കോടതി ജഡ്ജിനെ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, മലയാളത്തിൽ തന്നെ പറയാം, ഇംഗ്ലീഷിൽ വെറുതെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ എന്ത് കാരണം മാത്രമേ ഉള്ളൂ? ഒരിക്കലും ഇതൊന്നുമല്ല, എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യാന്നുള്ള ഒരൊറ്റ കാരണത്തിൽ മാത്രമേ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? നമുക്ക് നമ്മളെ പല കമ്മീഷൻസ് പഠിക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുമ്പോഴും ഒക്കെ ഈ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളിൽ കുറേയധികം പറയുന്നുണ്ട്, 4-5 പോയിന്റ്സ്. പാപ്പരാവുക, അതുപോലെ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല, പ്രസിഡന്റിന്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ഇംപീച്ച് ചെയ്യപ്പെടുക എന്നുള്ള ഒരു കാര്യം, ആ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് പ്രസിഡന്റിന്റെ ആ ഒരു റിമൂവലിന്റെ കേസിൽ മാത്രമാണ്. ബാക്കിയുള്ള ഒന്നിലും എന്തില്ല, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിലും പല കാര്യങ്ങളിലൊക്കെ ഈ സുപ്രീം കോടതിയുടെ ഇതിലും ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന വാക്ക് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ റിമൂവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി ജഡ്ജിനെ സംബന്ധിച്ചല്ല, സുപ്രീം കോടതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. സുപ്രീം കോടതിനെ റിമൂവ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഇതിനോടൊപ്പം പഠിക്കുമ്പോൾ. കാരണം ഇനി നമുക്ക് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിമൂവലൊക്കെ എങ്ങനെയാണ്, നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ഓക്കെ, ലോക്സഭയിൽ മാത്രമേ പറ്റുള്ളൂ, അല്ല രാജ്യസഭയിൽ പറ്റുമോ? ഏതിന് വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ല. ലോക്സഭയിലാണ് അവതരിപ്പിക്കണമെങ്കിൽ 100 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിലാണെങ്കിൽ 50 അംഗങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെയാണ് ചെയ്യുക. ഈ ഒരു പ്രമേയം, റിമൂവലിനുള്ള ആ ഒരു പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് സഭയിൽ എത്ര പേര് പ്രസന്റ്, ആ ഒരു സമയത്ത് പ്രസന്റ് ആയിട്ടുണ്ടോ അതിൽ 2/3 ഭൂരിപക്ഷം. ഓക്കെ, ആ ഒരു ഭൂരിപക്ഷത്തിൽ ആ പ്രമേയം പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ പറയുന്ന പുറത്താക്കൽ നടപടി നടക്കും. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ 3/2 ഭൂരിപക്ഷത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്, കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല കേട്ടോ, അങ്ങനെയും പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വരുന്ന കാര്യങ്ങളൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് നമ്മളുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെ പോകാൻ പാടുള്ളൂ? സുപ്രീം കോടതിയിലേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അതേസമയം MP-മാരുടെ MLA-മാരുടെ ഇവരുടെയൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന എക്സാമിൽ. ഓക്കെ, മാക്സിമം പ്രായം എത്ര വരെ ഇരിക്കാം, അവരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 ആണ് അല്ലെ? 65 ആണ്. ഹൈക്കോടതി ആണെങ്കിൽ 62 ആണ്. ഇനി സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം, ഒബ്വിയസ്ലി ആയിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം. അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ സുപ്രീം കോടതിയിലെ നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ, സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നതിൽ ഓറിട്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒന്നായാൽ മതി. അതായത് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം. ഓക്കെ, ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് 10 വർഷത്തെ പരിചയം. അത് അഭിഭാഷകനാണ് കേട്ടോ, അഡ്വക്കേറ്റ് ആണ്, ജഡ്ജിയല്ല. ഇനി നെക്സ്റ്റ്, പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ, ഒരു എന്താ പറയാ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും എന്താവാം, സുപ്രീം കോടതി ജഡ്ജിയാകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹൈക്കോടതി ജഡ്ജി, അല്ലെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും പറയുന്നുണ്ട് കേട്ടോ. അത് ഹൈക്കോടതി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യം, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ആക്ച്വലി ഇതിൽ ഉത്തരമില്ല, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു ടെലിമെഡിസിൻ സംഭവമാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലാണ്. ദെൻ താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിക്കാണ് കേട്ടോ. ദെൻ കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ദെൻ നെക്സ്റ്റ്, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അധ്യക്ഷൻ. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഇത് ശ്രീ പിണറായി വിജയനാണ് എന്ത് ചെയ്യുന്നത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. നെക്സ്റ്റ് ഇനി MGNREGS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചോദ്യ പേപ്പറിലും ഈ സംഭവം ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയർ ഫാക്ട്സിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഏറ്റവും കൂടുതൽ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഏതാണ്? ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ അത്, കാരണം സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പദ്ധതിയാണ് കേട്ടോ വനാമൃതം. എന്താണെന്നറിയോ ഈ പദ്ധതിയുടെ പ്രത്യേകത? വേറൊന്നുമല്ല, ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വനാമൃതം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 വിവർത്തന പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് KV കുമാരനാണ് കേട്ടോ. വിവർത്തനത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 ഓക്കെ. AI സോഫ്റ്റ്വെയറുകളും മോഡലുകളെയും ഒക്കെ പരിശീലിപ്പിക്കാനുള്ള ഡേറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്രത്തിന്റെ പോർട്ടലാണ് AI കോഷ്. AI കോഷ് എന്ന് പറയുന്നത് AI സോഫ്റ്റ്വെയറുകളും മോഡലുകളെയും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന പോർട്ടലാണ്, കേന്ദ്ര പോർട്ടലാണ് AI കോഷ് എന്ന് പറയുന്നത്. വ്യക്തിഗതമല്ലാത്ത ഡാറ്റാ സെറ്റുകളുടെ ഒരു ലൈബ്രറിയാണത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല കോട്ടയമാണ് കേട്ടോ. ഓക്കെ, ദെൻ ആറാമത്തത്, കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ്, അടുത്തിടെ പൊതുസുരക്ഷയ്ക്കായിട്ട് റോബോട്ട് നായകളെയും സ്വയംഭരണ പട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിച്ചത് ചൈനയാണ് കേട്ടോ. ചൈനയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേയധികം കാര്യങ്ങളുണ്ട്, നോക്കി വെച്ചോട്ടോ. അടുത്തിടെ പൊതുസുരക്ഷയ്ക്കായിട്ട് റോബോട്ട് നായകളെയും സ്വയംഭരണ പട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിച്ചത് ചൈനയാണ്. പ്രധാനമായിട്ടും ബീജിംഗ് നഗരത്തിലാണ് ചെയ്തതെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ്, 2025 കബഡി വേൾഡ് കപ്പ് വേദി ഏതാണ്? ഇംഗ്ലണ്ടാണ്. 2025 രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാഗ്ലൈഡിങ്ങിന്റെ വേദി ഡൽഹിയാണ് കേട്ടോ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DRDO വികസിപ്പിച്ചെടുത്ത ഒരു റൈഫിളാണ് എന്ത്? ഉഗ്രം എന്ന് പറയുന്നത് കേട്ടോ. ഉഗ്രം എന്ന് പറയുന്നത് DRDO വികസിപ്പിച്ചെടുത്ത ഒരു റൈഫിളാണ്. റൈഫിൾ ഇനം ആയുധമാണ്. അതിനകത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.